ഡയമണ്ടാ സത്യം. 1,25,550 രൂപ 75 പൈസ. ഞാൻ വില ചോദിച്ചില്ലല്ലോ, വെറുതെ അവിടെ നിൽക്കല്ലായിരുന്നു. അല്ല ചേച്ചി അവിടെ നിന്നാലും എനിക്ക് പറയണല്ലോ, അതെന്റെ കടമയല്ലേ. നീ എത്രയും പറഞ്ഞത് കൊണ്ട് പറയല്ല. എന്റെ കല്യാണത്തിന് എന്റെ അച്ഛൻ ഡയമണ്ടിന്റെ 2 മാല, അതും 2.5 ലക്ഷത്തിന്റെയാണ് എനിക്ക് സമ്മാനമായിട്ട് തന്നത്. ആണാ? എന്നിട്ടൊന്നും ആ ഫോട്ടോയിൽ കണ്ടില്ലല്ലോ ഞാൻ. അതൊക്കെ പ്രഷോബേട്ടിന്റെ ലോക്കറിലിരിക്കുക. അച്ചോടാ, അതല്ല ഞാൻ ചോദിച്ചത്. ചേച്ചി ആ മാല കല്യാണത്തിന് ഇട്ട് കണ്ടില്ലല്ലോന്ന്. ഇവളിത് വിടുന്നില്ലല്ലോ. അത് ആക്ച്വലി അന്ന് എനിക്ക് ഡയമണ്ടിന്റെ ഭയങ്കര അലർജി ആയിരുന്നു. ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചൊറിഞ്ഞങ്ങ് കേറി വരും. അതങ്ങനെയാ ചേച്ചി, മറ്റുള്ള ഡയമണ്ട് ഇട്ടാലും ചൊറിഞ്ഞ് കേറി വരും ചിലവർക്ക്. നിനക്കങ്ങനെ തോന്നും. ചേച്ചി ഇതുപോലത്തെ ഡയമണ്ട് ചേച്ചിക്ക് വാങ്ങാൻ വേണ്ടി ഇരിക്കായിരുന്നു. അപ്പൊ എന്റെ അമ്മ ഉടനെ ഡയമണ്ടും ഗോൾഡും കണ്ടപ്പോ അതിന്റെ പുറകെ അങ്ങ് പോയി. അമ്മയുടെ ഒരു കാര്യം. നിന്റെ അമ്മയുടെ കയ്യില് ബെൽജിയം JD30 കട്ടിംഗ് ഡയമണ്ട് ഉണ്ടോ? എന്താ? ബെൽജിയം JD30 കട്ടിംഗ് ഡയമണ്ട്. ഓ അത് ഉണ്ട് എന്റെ അമ്മയുടെ കയ്യില്. പക്ഷെ ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്നെ ആരോ വിളിച്ച്, ഞാൻ അങ്ങോട്ട് പോട്ടാ. ചെല്ല് ചെല്ല് ചെല്ല്. അമ്മയുടെ മോളുടെ വേഷവിധാനങ്ങൾ കണ്ടോ? പെറ്റ തള്ള സഹിക്കത്തില്ലേ. സർക്കാർ കൊടുത്ത കാശ് കൊറേ കയ്യിലിരിക്കല്ലേ, അപ്പൊ പിന്നെ എന്ത് വേഷവും വേണമെങ്കിൽ കെട്ടാലോ. അവളങ്ങാണം ചന്ദ്രഹാസത്തിന്റെ അനന്തരാവകാശി ആയി കഴിഞ്ഞ നമ്മൾ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കൂൾ ഡൗൺ മോളെ, കൂൾ ഡൗൺ. സംഭവിക്കാനുള്ളത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചിരിക്കും. ഭയങ്കര മോശമാണ് കേട്ടാ. എന്തോന്ന് മോശം സുരഭി? എന്റെ കയ്യിലിരുന്ന് ഒരു 3000 രൂപ കൊടുത്തിട്ട് ഞാൻ ഒരു കുപ്പി വാങ്ങിച്ച് 2-3 രൂപയ്ക്ക് കഴിക്കും. അതിനിപ്പോ എന്തോന്ന് മോശം? അണ്ണ അവിടെ എല്ലാം തിരക്കണ്. അമ്മ എനിക്ക് ഒന്നാണ് അങ്ങോട്ട്. ആരെന്നെ തിരക്കാനാ സുരഭി? ആരെങ്കിലും തിരക്കിയാൽ തന്നെ ചന്ദ്രഹാസത്തിലെ സുഹാസിനി അമ്മയുടെ ഇളയ മോഹൻ എവിടെയെന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. അല്ലാതെ എന്റെ റോൾ ഇപ്പൊ ഇവിടെ എന്തുവാ? നിനക്കറിയാമല്ലോ, ചേട്ടനെ പോലും കമ്പനിയിൽ ഒരു GM പോസ്റ്റ് കൊടുത്ത് അമ്മ ഇരുത്തിയിട്ടുണ്ട്. അമ്മയാണെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ. 15,000 രൂപ മാസം ഒരു ഇൻസെന്റീവ് പോലെ ഒരു ദാനം തരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകും. സുരഭിക്ക് പോലും ഒരു അച്ചാർ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റെങ്കിലും ഇല്ല. ഞാനോ 0. എന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അണ്ണ എന്റെ ഈ ഡ്രസ് കൊള്ളാമോ? കൊള്ളാമോ? എനിക്ക് ചേരുന്നുണ്ടാ? എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് സുരഭിക്ക് വാങ്ങിച്ചു തരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അഭിപ്രായമൊന്നും പറഞ്ഞു. എന്താണ് ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല. ഹലോ, സുരഭി പ്രദേശ് സ്പീക്കിംഗ്. സോറി. You come airport. I am standing here. Yeah. I will send Google Map location. Yeah. Always welcome. Yeah. Okay. Take care. Okay, bye. ഇതൊക്കെ ഇപ്പൊ ഇംഗ്ലീഷ് ബിസിനസ്സിലെ ഇംഗ്ലീഷ് ഒക്കെ മാസാണെന്നാ. സൂപ്പർ അല്ലേ അണ്ണാ? സൂപ്പർ. ടുമോറോ മുതൽ ഓൾ ലാംഗ്വേജ് സ്പീക്കിംഗ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കന്നഡ, ഉറുദു, അങ്ങനെ അതർ ലാംഗ്വേജ് സ്പീക്കിംഗ്. ഇപ്പൊ സംസാരിച്ച തരുൺ ചൊപ്ര. തരുൺ ചോപ്രയെ മുംബൈക്കാരനാ, ഹിന്ദിക്കാരൻ. പുള്ളി നമ്മുടെ സുരഭി കമ്പനി ഇല്ലേ അണ്ണാ, അത് നമ്മൾ ഇന്ത്യ മുഴുവനും പുള്ളിയാണ് സെയിൽ നോക്കി നടത്താൻ പോകുന്നത്. ഓ, മാർക്കറ്റിംഗ് പുള്ളി അങ്ങ് ഏൽപ്പിച്ചല്ലേ? ഇത് അണ്ണനെ കൊണ്ട് ഡീൽ ചെയ്യിക്കാനാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ അതെന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. സുരഭി, എന്താണെങ്കിലും അമ്മയായിട്ട് കോമ്പീറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇയാൾ തോറ്റു.
What you say? Mr. Pradesh Annan, I am not fail. I am 100 winning. Your mother boundary തോൽപ്പി है. हाँ. സുരഭി ആയോ ഓക്കെ? Okay na. Only okay. ഓക്കെ